നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. ഒരു കോഴിക്കാലിൻ്റെയൊക്കെ ഷേപ്പ് വരുന്ന രീതിയിൽ എല്ലില്ലാത്ത കോഴിക്കാൽ, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത ശേഷം ഒരു 1/4 കപ്പോളം വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാകും. ഒരു 10 മിനിറ്റ് കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോഴും നല്ലപോലെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് മേലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ മേലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് രീതിയിൽ അരിഞ്ഞെടുക്കുക ഉരുളക്കിഴങ്ങ്. എന്നിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെന്ത് പോകണ്ട, നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങൊന്ന് വെന്തോളും, അത്രയും മതിയാകും. ഇവിടെ ഇപ്പം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഈ രീതിയിൽ മതി ഉരുളക്കിഴങ്ങ് നമുക്ക് എടുക്കേണ്ടത്. ഇതിനി സ്റ്റെയിനറിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ നന്നായിട്ട് പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം അല്ല വെള്ളം പിഴിഞ്ഞറിഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു ചെറിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ വേണ്ടത് മയോണൈസാണ്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരുപാട് ലൂസാവാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഉപ്പ് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കണം. ഈ രീതിയിൽ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതിയാകും. ഇപ്പോൾ ഇവിടെ മാവെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ട ശേഷം പരത്തിയെടുക്കാം. ഈ രീതിയിലാണ് വേണ്ടത്. ഒരുപാട് കട്ടി കുറയരുത്, അധികം കട്ടിയും കൂടി പോകരുത്. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചെടുക്കാം. മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണും കുരുമുളക് പൊടിയും ചേർത്ത ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി റെഡിയാക്കാം. അതിൽ നമ്മൾ മാവ് വെച്ച് കൊടുക്കുക. അതിലേക്ക് നടുവി ഭാഗത്തായിട്ട് 2 സ്പൂണോളം ഫില്ലിങ് വയ്ക്കുക. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുത്തി നിർത്തുക അതിലേക്ക്. എന്നിട്ട് സൈഡിൽ നിന്നെല്ലാം ഈ പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ ചുറ്റിച്ച് നടുവിലേക്ക് ഉരുളക്കിഴങ്ങിലേക്ക് എത്തിച്ച ശേഷം ഇതേ രീതിയിൽ എടുക്കാം. വളരെ സൂക്ഷിച്ച് ചെയ്യുക, പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് ചെയ്യുക.
എന്നിട്ടൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതിയാകും. ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം മുട്ടയുടെ മിശ്രിതത്തിൽ ഒന്ന് ഒന്ന് പുരട്ടിയെടുക്കാം. എന്നിട്ടത് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരെണ്ണം ശരിയായിട്ടുണ്ട്. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്താൽ മതിയാകും. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ച് താഴെ, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്നാക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഷവർമ ഫില്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് സമോസ അല്ലെങ്കിൽ കട്ട്ലേറ്റ് അതിൻ്റെയൊക്കെ ഫില്ലിങ് വെച്ചിട്ട് ഇത് രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.